ഹായ് ഗൈസ്, നമസ്കാരം. ഏവർക്കും എൻ്റെ ചാനലിലേക്കും എൻ്റെ വീഡിയോയിലേക്കും വീണ്ടും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഗെയിം അങ്ങനെ റെഗുലറായിട്ട് കാണാറില്ല പക്ഷേ എൻ്റെ ഷൂട്ടിങ്ങിന് തിരക്കുകൾ എനിക്ക് കാണാൻ സമയം കിട്ടാറില്ല. എങ്കിലും റീൽസ് എൻ്റെ കട്ടിങ് വരാറുണ്ട്. എങ്കിലും ചില ക്രൂഷ്യലായിട്ടുള്ള എപ്പിസോഡ്സിൻ്റെ കുറച്ച് ഭാഗങ്ങളിൽ നിന്ന് കാണാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അക്കൂട്ടത്തിൽ ബിന്നിയുടെ എവിക്ഷൻ അതൊരു ഫെയർ എവിക്ഷൻ അല്ല എന്ന് എന്താ പറയുക, അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്ക് അറിയാമായിരുന്നു. ബിന്നിക്ക് കുറേയധികം പേരുകളുണ്ട്. ഡോക്ടർ ബിന്നിക്ക്, കുത്തിത്തിരിപ്പുകാരിയെന്നോ എന്താ പറയുന്നത്, അങ്ങനെ പല പേരുകൾ ബിന്നിക്കുണ്ട്. പക്ഷേ അവിടെ നിന്ന് അവരോടൊപ്പം ഗെയിം കളിച്ചിരുന്ന ആൾക്കാർക്കറിയാം അവരൊരു നല്ല ഗെയിമറാണ്. ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ ഗെയിം അല്ലേ, അവർ നല്ല ഗെയിമറാണ്. അതുകൊണ്ട് തന്നെ അവരൊരു ടോപ്പ് 10 അല്ലെങ്കിൽ ടോപ്പ് 5 വരാൻ യോഗ്യതയുള്ളൊരു വ്യക്തിയായിരുന്നു. പക്ഷേ അവർ പുറത്താക്കപ്പെട്ടു, നിർഭാഗ്യവശാൽ അവർ പുറത്താക്കപ്പെട്ടു. അതും നമ്മൾ കണ്ടതാണ്. പക്ഷേ ഞാൻ തുടക്കം തൊട്ടേ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. ഞാൻ ആ ഹൗസിലുണ്ടായിരുന്ന സമയത്ത് ഏറ്റവും അധികം ചീപ്പ് ഗെയിമിലൂടെ ആൾക്കാരെ മൈൻഡ് കൊണ്ട് തകർത്തടിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആദില. എനിക്കാണ് അത് ഏറ്റവും ആദ്യത്തെ പണി കിട്ടിയത്. അതായത് ഒരു സ്പീച്ചിൻ്റെ ഒരു ടാസ്ക് അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ പറയാത്ത വെറും ക്യാഷ്വലായിട്ട് പറഞ്ഞ ഒരു ഗ്രൂപ്പിൻ്റെ കാര്യത്തെക്കുറിച്ച് അത് ഞാൻ ഉണ്ടാക്കിയെന്ന് വരുത്തി തീർത്തവളാണ് ആദില. അന്ന് ഞാൻ അവളെ മനസ്സിലാക്കിയതാണ് അവൾ ലോകവിഷമാണെന്ന്. ഓക്കെ, അത് പിന്നെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് കരച്ചിൽ നാടകം ഇറക്കിയപ്പോൾ ഞാനത് ക്ഷമിച്ചു. പിന്നെയും ആദില അത് റിപ്പീറ്റ് ചെയ്തു. അതായത് നമ്മൾ ചെയ്യാത്ത കുറ്റങ്ങൾ നമ്മളിലേക്ക് ചുമത്തുക, നമ്മളെ ഒരു ഓന്തിൻ്റെ സ്വഭാവമുള്ളവളാക്കി മറ്റുള്ളവരുടെ മുമ്പ് ചിത്രീകരിക്കപ്പെടുക, അല്ലെങ്കിൽ നമ്മൾ രണ്ട് വെള്ളത്തെ ചവിട്ടുന്നത്, ഇതൊക്കെ ആദില എന്നോട് ചെയ്തിരുന്നു. ഇതൊന്നും ഞാൻ മനസാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങളായിരുന്നു. പക്ഷേ കാലം അവൾ വെറും ചീഞ്ഞതാണെന്ന് തെളിയിച്ചു. ഗെയിമിൽ നല്ല ആസ് എ പേഴ്സൺ സത്യത്തിൽ വേദലക്ഷ്മി അവളെയൊക്കെ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലെന്ന് ഇന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് എനിക്ക് മാത്രമല്ല പല നാട്ടുകാർക്കും കേരളീയർക്കും തോന്നുന്നുണ്ട് ആദിലയെക്കുറിച്ച് പറഞ്ഞതിൽ, അല്ലെങ്കിൽ നൂറയെക്കുറിച്ച് പറഞ്ഞതില്ല. കാരണം നൂറെ നമുക്കൊന്നും പറയാനില്ല. ഷീസ് ആഫ്റ്റർ ഓൾ എ ഡമ്മി ഓഫ് ആദില. ആദില കണ്ണുരുട്ടിയാൽ തീരാവുന്ന സാധനമേ ഉള്ളൂ നൂറാന്ന് പറഞ്ഞു. നൂറയ്ക്ക് സ്വന്തമായിട്ട് യാതൊരു വ്യക്തിത്വവും ഇല്ല. എപ്പോഴോ കിടന്ന് ഏതാണ്ട് ബഹളം വെച്ചതല്ലാതെ എന്തെങ്കിലും ഘമാന്ന് രക്ഷ നൂറെ അവിടെ സംസാരിക്കുന്നുണ്ടോ? പിന്നെ ആദില, ഇപ്പോൾ ഞാൻ ആദിലയെക്കുറിച്ച് പറയാൻ കാരണം ആദില അക്ബറിനോട് കാണിച്ച ഏറ്റവും അങ്ങേയറ്റത്തെ ചീപ്പ് ഗെയിമിനെ കുറിച്ചാണ്. അവിടെ അവളെ വെച്ച് നോക്കുമ്പോൾ ഷാനവാസ് എത്രയോ ഭേദമുള്ള എത്രയോ ആൾക്കാർ അവിടെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ലക്ഷ്മി അവളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലക്ഷ്മി അങ്ങ് ടോപ്പിൽ നിൽക്കുക. അത്രയൊന്നും ലക്ഷ്മി എന്തായാലും കാണിച്ചിട്ടില്ല. എല്ലാ ഗെയിമിലും നമുക്കൊരു ടാസ്ക്, നമ്മൾ ഒരു സാധനം നമ്മൾ അയക്കി കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് അടിച്ചു മാറ്റാം. അത് ബിഗ് ബോസ് തന്നെ അലൗ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു നീതി, അതായത് കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടെ ചേർന്നൊരു തീരുമാനം എടുക്കുവാണ്. നമ്മൾ ആരുടെയും അടിച്ചു മാറ്റുന്നില്ല. പക്ഷേ നമുക്ക് കിട്ടുന്ന നമ്മൾ കഷ്ടപ്പെട്ട് സേവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അത് അങ്ങനെ ചെയ്യാൻ വേണ്ടി മുൻകൈ എടുത്ത ആദില, അവൾ തന്നെ അക്ബറിൻ്റെ സാധനങ്ങൾ മോഷ്ടിക്കുന്ന വീഡിയോ ബിഗ് ബോസ് പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ അവളിൻ്റെ ക്രെഡിബിലിറ്റി എന്താണ്? സത്യം പറഞ്ഞാൽ കമ്മ്യൂണിറ്റിയോട് ഒരുപാട് ബഹുമാനമുള്ള വ്യക്തിയാണ് ഞാൻ. കമ്മ്യൂണിറ്റിയുടെ പേര് നശിപ്പിക്കാൻ വേണ്ടി മാത്രം അതിനകത്ത് കയറിയിരിക്കുന്ന രണ്ടാണ് ആദിലയും നൂറയും. അത്രേ എനിക്ക് പറയാനുള്ളൂ. അത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവളെയൊക്കെ പുറത്താക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്.